നമസ്തേ, എല്ലാവർക്കും ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുടുംബ പരദേവതകളെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. മൈത്രി ചെയ്ത പലർക്കും അറിയാം, പലപ്പോഴും മൈത്രി ചെയ്യുമ്പോൾ തെളിഞ്ഞു വരാറുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് സന്തതികളുമായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും കാണാറുണ്ട് കുടുംബ പരദേവത എവിടെയാണ്, കുടുംബ പരദേവതയെ പ്രീതിപ്പെടുത്തണം എന്നുള്ളൊരു സന്ദേശം കിട്ടാറുണ്ട്. അത് പലർക്കും അറിയായിരിക്കും. അപ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്, കുടുംബ പരദേവത ആരാണെന്ന് അറിയില്ല. ചിലർക്ക് അച്ഛൻ്റെ കുടുംബ പരദേവത ആരാണെന്ന് അറിയില്ല, ചിലർക്ക് അമ്മയുടെ അറിയില്ല, ചിലർക്ക് രണ്ടും അറിയില്ല. അപ്പോൾ ഈ രണ്ട് വഴിയിലും കുടുംബ പരദേവത ആരാണെന്ന് അറിയില്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പറയാറുള്ള ഒരു ഉത്തരം, നമ്മുടെ ഗ്രാമദേവതയെ കുടുംബ പരദേവതയായിട്ട് കുടുംബ പരദേവതയെ കണ്ടെത്തുന്നത് വരെ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ഗ്രാമത്തിനും ഒരു ദേവതയുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ പ്രശ്നമൊക്കെ വെച്ച് ജ്യോത്സ്യനൊക്കെ നല്ല ജ്യോത്സ്യന്മാരെയൊക്കെ വയ്ക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയായിരുന്നു. അമ്മയുടെ തറവാട്ടിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രശ്നം വയ്ക്കുകയുണ്ടായി. അപ്പോൾ അന്ന് പ്രശ്നം വയ്ക്കാൻ വന്ന ജ്യോത്സ്യരെ ഞങ്ങളുടെ ആ ഭാഗത്തുള്ള ആളൊന്നും അല്ലായിരുന്നു. കൊട്ടാരക്കര ആ ഭാഗത്തുനിന്നും അങ്ങാണ്ട് ഒരു ജ്യോത്സ്യൻ വന്നതാണ്. അപ്പം അദ്ദേഹത്തിന് നമ്മുടെ കുടുംബത്തെ പറ്റിയൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കുടുംബ പരദേവതയുണ്ട്, ആ പരദേവതയെ പോയി കാണുകയും തൊഴുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും അപ്പോൾ ആർക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല അങ്ങനെ ഒരു കുടുംബക്ഷേത്രം ഉണ്ടെന്നുള്ളത്. പക്ഷേ ആ ഒരു ജ്യോത്സ്യൻ, അദ്ദേഹം നല്ലൊരു ജ്യോത്സ്യനായിരുന്നു. അദ്ദേഹം പ്രശ്നം വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീടിരിക്കുന്നതിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്തൊരു ക്ഷേത്രത്തിലെ കുടുംബ പരദേവതയുണ്ട്. അങ്ങനെ കുറേ ക്ഷേത്രങ്ങളൊക്കെ ആലോചിച്ച് പിന്നെയാണ് കാരണവന്മാരിൽ തന്നെ ഒരാൾക്ക് ഓർമ്മ വന്നത്, ഒരു ശിവക്ഷേത്രമുണ്ട് നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട്. അവിടെ നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാരായിട്ട് മുൻ തലമുറയിലുള്ള അവർ ഒരു വാളും ചിലമ്പും ഭഗവതിയുടെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ട് അവിടെ വെച്ച് പൂജിക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലുണ്ടായിരുന്നത് ആവാഹിച്ച് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അന്വേഷിച്ചപ്പം ചെങ്ങമനാട് ശിവക്ഷേത്രം കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഭഗവാന്റെ ദർശനം. അതിൻ്റെ കിഴക്ക് ഭാഗത്തൊരു അരികിലായിട്ട് ഭദ്രകാളിയുടെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട്. അതിൽ വാളും ചിലമ്പും ഉണ്ട്. അത് പിന്നീട് എല്ലാവർക്കും ഓർമ്മ വന്നു, അങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയാണത് കണ്ടുപിടിച്ചത്. പിന്നീട് എല്ലാവരും അവിടെ പോയി തൊഴുകയും യഥാശക്തി വഴിപാടുകൾ ചെയ്യുകയും അതിൽ പങ്കെടുക്കുകയും അവിടുത്തെ ഇതിനേക്കാളൊക്കെ നല്ല ഇത് വലുതായിട്ടുള്ള കാര്യം അവിടുത്തെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാറുമുണ്ട് കഴിയുന്ന പോലെ. അപ്പോൾ ഇങ്ങനെയാണ് പലപ്പോഴും കുടുംബ പരദേവതയുടെ ഒരു അവസ്ഥ. കാരണം പലർക്കും അറിയില്ല. ഇടക്കാലത്ത് ഒരു നാസ്തികത്വം മൊത്തം ബാധിച്ച ഒരു കാലഘട്ടമുണ്ട്. ഒന്നിലും വിശ്വാസമില്ലാത്തൊരു തലമുറയുണ്ടായിരുന്നു. അപ്പോൾ കുടുംബ പരദേവതയായിക്കോട്ടെ, സർപ്പങ്ങളെ ആയിക്കോട്ടെ, സർപ്പക്കാവുകളെ ആയിക്കോട്ടെ, എല്ലാത്തിനെയും നിന്ദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. സർപ്പക്കാവുകളുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. പ്രകൃതി തന്നെയാണ് സർപ്പക്കാവ്. നമ്മൾ പ്രകൃതിയെ ആരാധിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നത്. സർപ്പക്കാവുകൾ തീണ്ടല്ലേ എന്ന് കാരണവന്മാർ പറയുമ്പം അതിനെ ധിക്കരിക്കുന്ന ഒരു തലമുറ ഇടക്കാലത്തുണ്ടായിരുന്നു. അതും നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ സർപ്പക്കാവുണ്ട്. സർപ്പക്കാവിൽ കയറി മരം വെട്ടിയിട്ട് ആ കുടുംബത്തിലെ എല്ലാവർക്കും ത്വക്ക് രോഗം ബാധിച്ച് ഒരു വർഷം എല്ലാവരും കിടപ്പിലായി പോയൊരു കഥയും എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ സത്യമുണ്ടോ എന്ന് വെച്ചാൽ അവരവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്, ഇതിലൊക്കെ സത്യമുണ്ട്. അപ്പോൾ കുടുംബ പരദേവതയുടെ കാര്യം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ മൈത്രി ചെയ്യുമ്പോൾ പലപ്പോഴും ഇങ്ങനെ വന്ന് കുടുംബ പരദേവത ആരാണെന്ന് അറിയില്ല. അങ്ങനെ കുറേ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു 6-7 ആഴ്ചകൾക്ക് മുമ്പ് ഗ്രൂപ്പിലെ എല്ലാ ചൊവ്വയും വെള്ളിയും നമ്മൾ ഭദ്രകാളി മഹാത്മ്യം പാരായണം ആരംഭിച്ചത്. ഭദ്രകാളി മഹാത്മ്യം പാരായണം ചെയ്തിട്ട് നമ്മൾ അത് ഭഗവതിക്ക് സമർപ്പിക്കാറുണ്ട്. കാരണം 90% കുടുംബങ്ങളിലും ഭഗവതിയാണ് പരദേവത. കാരണം കേരളത്തിലെമ്പാടും ഭഗവതിക്കാവുകളും ഭഗവതി പരദേവതയായിട്ട് വയ്ക്കുന്ന ഒരു ഏർപ്പാടും ഉണ്ടായിരുന്നു. അത് മച്ചിൽ ഭഗവതി എന്നൊക്കെ പറഞ്ഞ് വിളക്ക് കത്തിക്കുന്ന മിക്ക തറവാടുകളിലും ഉണ്ടായിരുന്നു. പിന്നീട് ഇടക്കാലത്ത് അതിനൊക്കെ ഒരു ലോപം സംഭവിച്ചു. അപ്പോൾ ഭദ്രകാളി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭദ്രകാളി മഹാത്മ്യം ജപിക്കുകയും അത് സമർപ്പിക്കുകയും ചെയ്ത് പോരുന്നുണ്ട്. ഇപ്പോഴും തീർന്നിട്ടില്ല അത്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കറിയാം, എല്ലാ ഞായറാഴ്ചയും ഗുരു മോഹൻജി ഈ ഒരു വീക്ക്ലി ടോക്ക് നടത്താറുണ്ട്. അപ്പോൾ അതിൽ മോഹൻജിയോട് വന്ന ഒരു ചോദ്യത്തിന് കഴിഞ്ഞ ആഴ്ച ഉത്തരമായിട്ട് പറഞ്ഞപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. കാരണം അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതിൽ ചോദിച്ചത് കുടുംബ പരദേവതയെ അവഗണിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുക എന്നാണ്. അപ്പോൾ അതിന് മോഹൻജി പറഞ്ഞ ഉത്തരമാണ്, നമ്മളൊരു അതിഥിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അവരെ പല ചടങ്ങുകളോടുകൂടി കുടുംബത്തിലേക്ക് ക്ഷണിച്ചു. അവരെ അവിടെ വിളിച്ചിരുത്തി
ഭക്ഷണം കൊടുക്കാമെന്നും നമ്മളവരെ പരിഗണിക്കാമെന്നും ബഹുമാനിക്കാമെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരെ അവിടെ എത്തി കുറച്ച് ദിവസം നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളെ അവരെ അവഗണിക്കുകയാണ്. അവർ നോക്കിയിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാതെ ഭക്ഷണം കഴിക്കുകയാണ്. എന്താണ് സംഭവിക്കുക? കുറച്ച് കഴിയുമ്പോൾ അവർ മടുത്തിട്ട് ആ ഒരു സ്ഥലം വിട്ടു പോകും. ആ സ്ഥലം വിട്ടു പോകുമ്പോൾ അവർ നമ്മളെ ശപിക്കുകയൊന്നുമില്ല. പക്ഷേ ആ ഒരു നെഗറ്റീവ് എനർജി, നമ്മളൊരു വാക്ക് പാലിക്കാത്തതിൻ്റെ, ഒരാളെ അവഗണിക്കുന്നതിൻ്റെ നെഗറ്റീവ് എനർജി ആ കുടുംബത്തിൽ സ്ഥിരമായിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് കുടുംബ പരദേവതയുടെ കാര്യത്തിലും. ഇതൊരു കോൺട്രാക്റ്റാണ്. നമ്മുടെ ഒരു മുതിർന്ന കാരണവർ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. ഈ ഒരു എനർജിയോട്, ഒരു ഡിവൈൻ എനർജിയോട് നമ്മുടെ കുടുംബത്തിൽ വന്ന് താമസിക്കൂ, ഞങ്ങൾ വേണ്ട പോലെ ബഹുമാനിച്ചു കൊള്ളാം, നിവേദ്യവും പൂജകളും എല്ലാം തന്ന് പരിപാലിച്ചു കൊള്ളാം, അതിന് പകരമായിട്ട് എന്നെയും എൻ്റെ തലമുറകളെയും വരും തലമുറകളെയും സംരക്ഷിക്കണം എന്നുള്ളൊരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി നമ്മൾ ലംഘിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഗ്രേസിൻ്റെ കുറവ്, ഒരു അനുഗ്രഹത്തിൻ്റെ കുറവാണ് ഉണ്ടാവുക. അത് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും ബാധിച്ചേക്കാം. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ഉണ്ടായി, അങ്ങനെ ദേവതമാരൊക്കെ ശപിക്കുമെന്ന്. ഇത് ശാപത്തിൻ്റെ കാര്യമല്ല. നമ്മളൊരാളെ വീട്ടിൽ വിളിച്ചിരുത്തിട്ട് അവരുടെ മുഖത്ത് ചെളി വാരി എറിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അപ്പോൾ അവർ ചിലപ്പോൾ അവർക്ക് എല്ലാ ദേവതകളും ഒരേ ഫ്രീക്വൻസിയിലല്ല. മനുഷ്യർ പല ഫ്രീക്വൻസിയിലുള്ളതുപോലെ ദേവതമാരും പല ഫ്രീക്വൻസിയിലുണ്ട്. നമ്മൾ ഏത് ദേവതയാണ് വിളിച്ച് കുടുംബത്തിൽ ഇരുത്തിയിരിക്കുന്നതെന്നുള്ളതനുസരിച്ചായിരിക്കും ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ ബഹുമാനിക്കാമെന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പാലിച്ചില്ലെങ്കിൽ അതിൻ്റേതായ ഭവിഷ്യത്തുകളും നമ്മുടെ തലമുറകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, പണ്ടൊക്കെ എല്ലാ തറവാടുകളിലും മച്ചിൽ ഭഗവതി അങ്ങനെ എല്ലാ കുടുംബക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. അക്കാലത്തെല്ലാം അവർ അതുപോലെ നല്ലപോലെ പരിപാലിച്ചു പോന്നിരുന്ന ഒരു ഡിവൈൻ എനർജിയാണ് നമ്മുടെ കുടുംബത്തിന്. പിന്നെ വരുന്ന തലമുറ അത് മറന്നു പോവുകയാണ്. പലപ്പോഴും കുടുംബക്ഷേത്രങ്ങൾ അനാഥമായി പോകുന്നവർ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. നമ്മൾ നാട്ടിൻ്റെ എവിടെയൊക്കെ പോയാലും കുടുംബ പരദേവത അനാഥമായിട്ടുണ്ടെങ്കിൽ, ആ ക്ഷേത്രം അനാഥമായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൻ്റെ തലമുറകളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഇതാണ് ഉത്തരം. നിങ്ങൾക്ക് പരദേവതയെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഗ്രാമദേവതയെ നമ്മൾ കുടുംബ പരദേവത, അതിൽ മോഹൻജി പറയുന്നുണ്ട് പലപ്പോഴും ഗ്രാമത്തിൻ്റെ ദേവത തന്നെയായിരിക്കും പലർക്കും കുടുംബ പരദേവത. അങ്ങനെ ആവുമ്പോൾ നമ്മൾ യഥാശക്തി ആ ഒരു ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവിടെ ചിലവാക്കുക. അവിടുത്തെ പൂജാതി കാര്യങ്ങൾക്ക് നമുക്ക് അവിടെ ധനസഹായം അവർക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. അതൊക്കെ ചെയ്യുക. അല്ല, കുടുംബ പരദേവതയെ കണ്ടെത്തുകയാണെങ്കിൽ നമ്മളുടെ ആ ഉടമ്പടി പ്രകാരം അതിന് ആവശ്യമായ പൂജകൾ ചെയ്യുക, ബഹുമാനിക്കുക. എത്രയായാലും ഒരു ഡിവൈൻ എനർജിയാണ്. അതേപോലെ തന്നെയാണ് സർപ്പക്കാവുകളും. പലപ്പോഴും സർപ്പക്കാവുകളുടെ കാര്യം ഇതുപോലെ മൈത്രി ചെയ്യുന്നു വരാറുണ്ട്. സർപ്പദോഷം, നാഗദോഷം എന്നൊക്കെ അത് പോയി ചെയ്തിട്ട് ഫലം ഉണ്ടായിട്ടുള്ള ആൾക്കാരുമുണ്ട്. അതും ഇതുപോലെ തന്നെ നാഗദേവതകൾ, നമ്മൾ വെറും പാമ്പല്ല, നാഗദേവതകൾ എന്ന് പറയുന്ന അവരെ നമ്മൾ ക്ഷണിച്ചിരുത്തുകയാണ് നമ്മുടെ വീട്ടിൽ. എന്നിട്ട് അവർക്ക് കൊടുത്ത കുടീരം അല്ലെങ്കിൽ കാവുകളൊക്കെ വെട്ടിക്കളയുകയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കും. കാരണം കാവുകൾ പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഒരിടം കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ തലമുറയ്ക്ക് അറിയാമായിരുന്നു. നമ്മൾ പ്രകൃതിയിൽ നിന്ന് വേറിട്ടല്ല ജീവിക്കുന്നത്. പ്രകൃതിയിൽ നമ്മളും ഒരിക്കലും വേർപെടുത്താനാവാത്ത രീതിയിലാണ്. അതാണ് സർപ്പക്കാവുകളും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെയുള്ള തലമുറ വരികയും അതിൽ വിശ്വാസമില്ലാത്തവർ വരികയും ചിലപ്പോൾ വീട് വിറ്റ് പോകുമ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാർ വന്ന് മേടിക്കും. അവരും സഹിക്കും. പലപ്പോഴും സർപ്പക്കാവുള്ള വീടുകളൊന്നും മറ്റുള്ളവർ വന്ന് മേടിക്കില്ല. അപ്പോഴാണ് ഇത് മാറ്റി കുടിയിരുത്തുകയൊക്കെ ചെയ്തത്. പലപ്പോഴും അവിടെ നിന്ന് പോകാറില്ല. കാരണം എത്രയോ വർഷങ്ങളായിട്ട് അവിടെയുള്ള ചൈതന്യം അവിടെ നിന്ന് പോയിക്കൊള്ളുന്നില്ല. അപ്പോൾ പിന്നെയും അവിടെ താമസിക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാണ് കഴിഞ്ഞ വീക്ക്ലി ടോക്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് മോഹൻജി പറഞ്ഞത്. ഇത് പലർക്കും റെലവൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ഞായറാഴ്ചയുമുള്ള വീക്ക്ലി ടോക്കിൽ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം വരുന്നുണ്ട്. സൂക്ഷ്മമായിട്ടും അല്ലാതെയും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഗുരു ഉത്തരം തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് വന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.